വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നീ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത് ഫസ്റ്റ് സം ബ്രിട്ടീഷ് ഹിസ്റ്ററിയിലെ ക്വാറൽ ബിറ്റ്വീൻ ചർച്ച് ആൻഡ് സ്റ്റേറ്റ് എന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഈ ടോപ്പിക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്രിസ്ത്യാനിറ്റി എന്നുള്ളത് റോമൻ എംപയറിൽ ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള റിലീജിയൻ ആയിരുന്നു. അതുപോലെ തന്നെ മിഡിൽ ഏജസിൽ ക്രിസ്ത്യാനിറ്റി എന്നുള്ളത് വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഒരു റിലീജിയൻ കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഹിസ്റ്റോറിയൻസ് ഈ ഒരു പീരീഡിനെ വിളിച്ചിരുന്നത് ഏജ് ഓഫ് ഫെയ്ത്ത് എന്നാണ്. അതുപോലെ തന്നെ ചേർച്ച് എന്നുള്ളത് വാസ് എ സെൻറ്റർ ഓഫ് മിഡീവൽ ലൈഫ് ഇൻ വെസ്റ്റേൺ യൂറോപ്പ്. വെസ്റ്റേൺ യൂറോപ്പിലെ മിഡീവൽ ലൈഫിലെ സെൻറ്റർ ആയിരുന്നു ചേർച്ച് എന്നുള്ളത്. അതുപോലെ തന്നെ ഓൾമോസ്റ്റ് എവറി വില്ലേജ് ആൻഡ് ടൗണിൽ എന്തുണ്ടായിരുന്നു, ചേർച്ച് ബിൽഡിങ് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു. മിഡിൽ ഏജസിൻ്റെ സമയത്ത് ചേർച്ച് എന്നുള്ളത് ഒരു ഗ്രേറ്റ് എക്കണോമിക് പവർ നേടിയെടുത്തിരുന്നു. അതുപോലെ തന്നെ ചേർച്ചിൻ്റെ ഈ ഒരു ഇൻക്രീസിങ് ഇൻഫ്ലുവൻസ് കാരണമായിട്ട് ഇംഗ്ലീഷ് മൊണാക്കിൽ ഒരു കോൺഫ്ലിക്റ്റ് തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെൻറി സെക്കൻഡിൻ്റെയും അതുപോലെ തന്നെ തോമസ് ബെക്കറ്റിൻ്റെയും ആർച്ച് ബിഷപ്പ് ഓഫ് കാൻറ്റർബറി ഇവരുടെ രണ്ടുപേരുടെയും ഇടയിൽ മിഡീവൽ ഇംഗ്ലണ്ടിൽ ഒരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു. ഒരു ക്ലറിക്ക് അതുപോലെ തന്നെ ക്രൈം ചെയ്യുകയാണെങ്കിൽ കിങ്ങിൻ്റെ കോർട്ടിലല്ല എന്ത് ചെയ്യുന്നത്, ആ ഒരു ക്രൈമിനെ പറ്റിയിട്ട് പണിഷ്മെൻറ്റ് ചെയ്യുന്നത്, പകരം ചേർച്ച് കോർട്ടിലായിരുന്നു ആ ഒരു ക്രൈമിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിട്ടുള്ളത്. ഈ ഒരു സിറ്റുവേഷൻ കാരണമായിട്ട് ഒരു ലോങ് ലാസ്റ്റിംഗ് ക്വാറൽ ബിറ്റ്വീൻ ചേർച്ച് ആൻഡ് സ്റ്റേറ്റ്, മിഡീവൽ ഇംഗ്ലണ്ടിൽ ചേർച്ചിനും സ്റ്റേറ്റിനും ഇടയിൽ ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള വഴക്കാണ് ഈ ഒരു സിറ്റുവേഷൻ കാരണമായിട്ട് ഉണ്ടായിട്ടുള്ളത്. കാരണം എന്താണ്, ഒരു ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ കിങ്ങിൻ്റെ കോർട്ടിൽ ഡിസ്കസ് ചെയ്യാതെ അതിനെ പറ്റിയിട്ട് ചേർച്ചിൻ്റെ കോർട്ടിലൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. ഇതൊക്കെ കാരണമായിട്ട് ആ ഒരു ചേർച്ചിൻ്റെയും സ്റ്റേറ്റിൻ്റെയും ഇടയിൽ വഴക്ക് വന്നു എന്നാണ് പറയുന്നുള്ളത്, ചേർച്ചിൻ്റെയും കിങ്ങിൻ്റെയും ആ ഇടയിൽ. മിഡിൽ ഏജസിൻ്റെ സമയത്ത് റോമൻ കത്തോലിക് ചേർച്ചാണ് ഒരു സെൻട്രൽ റോൾ വഹിച്ചിട്ടുണ്ടായിരുന്നത്. ആരുടെ ജീവിതത്തിൽ, ജനങ്ങളുടെയും അതുപോലെ തന്നെ ഇംഗ്ലണ്ടിൻ്റെ മൊണാർക്കിൻ്റെയും ജീവിതത്തിൽ ഒരു സെൻട്രൽ റോൾ തന്നെയായിരുന്നു റോമൻ കത്തോലിക് ചേർച്ചിനുണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ചേർച്ച് എന്നുള്ളത് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നതിനേക്കാൾ കൂടുതൽ ചേർച്ച് എന്നുള്ളത് ആ ഒരു സമയത്ത് ഗ്രേറ്റ് പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് പവർ എന്ത് ചെയ്തിരുന്നു, നേടിയെടുത്തിരുന്നു എന്നാണ് പറയുന്നുള്ളത്. ജസ്റ്റ് ഒരു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമായിരുന്നില്ല, പകരം ഒരു ഗ്രേറ്റ് പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് പവർ കൂടി ആയിരുന്നു, പവറൊക്കെ നേടിയെടുത്തിരുന്നു ചേർച്ച് എന്നാണ് പറയുന്നുള്ളത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഹെൽപ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.